എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ പോളിടെക്നിക് ഡിപ്ലോമ കോഴ്സുകളിലേക്കുള്ള പ്രവേശനത്തിന്റെ ഭാഗമായിട്ടുള്ള സ്പോട്ട് അഡ്മിഷൻ അല്ലെങ്കിൽ നോഡൽ പോളിടെക്നിക് കൗൺസിലിംഗ്, അതായത് നോഡൽ പോളിടെക്നിക് കൗൺസിലിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് വിദ്യാർത്ഥികൾക്കുള്ള സ്പോട്ട് അഡ്മിഷനാണ്. അതായത് ജില്ലാ തലത്തിൽ നടത്തുന്ന സ്പോട്ട് അഡ്മിഷനാണ്. അപ്പോൾ ആ ഒരു ജില്ലയിലെ, അതായത് ഓരോ ജില്ലയിലെയും വിവിധ പോളിടെക്നിക് കോളേജുകളിൽ നിരവധി ഒഴിവുകൾ ഉണ്ടാവും. അപ്പോൾ ആ ഒരു സീറ്റുകളൊക്കെ ഫില്ല് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നോഡൽ പോളിടെക്നിക് കോളേജിൽ വെച്ച് സ്പോട്ട് അഡ്മിഷൻ നടത്തപ്പെടുന്നത്. അപ്പോൾ ഈ ഒരു സ്പോട്ട് അഡ്മിഷനിൽ നിങ്ങൾക്ക് വിവിധ കോളേജുകളിൽ അഡ്മിഷൻ നേടുന്നതിനും നിലവിൽ ഏതെങ്കിലും കോളേജിൽ വിദ്യാർത്ഥികൾ ഈ ഒരു പോളിടെക്നിക് കോളേജിൽ അഡ്മിഷൻ നേടിയിട്ടുണ്ടെങ്കിൽ അങ്ങനെയുള്ള വിദ്യാർത്ഥികൾക്ക് കോളേജ് അല്ലെങ്കിൽ ബ്രാഞ്ച് മാറ്റുന്നതിനും ഈ ഒരു അവസരത്തിൽ സാധിക്കുന്നത് ആയിരിക്കും. അതുപോലെ തന്നെ ഇതുവരെ അപേക്ഷ സമർപ്പിക്കാതെ, അതായത് പോളിടെക്നിക് കോളേജിൽ ഇതുവരെ അപേക്ഷ സമർപ്പിക്കാത്ത വിദ്യാർത്ഥികൾക്ക് ഇതിന് അപേക്ഷിക്കാൻ പറ്റത്തില്ല. അവർക്ക് ഇൻസ്റ്റിറ്റ്യൂട്ട് ലെവൽ സ്പോട്ട് അഡ്മിഷൻ മാത്രമാണ് അപേക്ഷിക്കാനായിട്ട് പറ്റുകയുള്ളൂ. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ അഡ്മിഷനായിട്ട് പോകുന്ന സമയത്ത് എന്തൊക്കെ ഡോക്യുമെന്റ്സ് ആണ് എടുക്കേണ്ടത്, അതുപോലെ എത്ര രൂപയാണ് ഫീസ് ഇനത്തിൽ എടുക്കേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ വഴി തന്നെ മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾ ആദ്യം തന്നെ ചെയ്യേണ്ടത്, നിങ്ങൾ ഓൾറെഡി ഈ ഒരു പോളിടെക്നിക് ഡിപ്ലോമയുടെ റാങ്ക് ലിസ്റ്റിൽ ഉള്ള വിദ്യാർത്ഥികൾ ആണെങ്കിലാണ് നിങ്ങൾക്ക് ഇതിൽ പങ്കെടുക്കാനായിട്ട് പറ്റുക. അതുപോലെ ഇതുവരെ അപേക്ഷ സമർപ്പിക്കാത്ത വിദ്യാർത്ഥികൾക്ക് ഇനി ഇതിന് ശേഷം വരുന്ന ഇൻസ്റ്റിറ്റ്യൂട്ട് ലെവൽ സ്പോട്ട് അഡ്മിഷൻ പുതുതായിട്ട് രജിസ്ട്രേഷൻ ചെയ്യാൻ അവസരം ഉണ്ടായിരിക്കും. അപ്പോൾ ഇത് എങ്ങനെയാണ് അപേക്ഷിക്കേണ്ടത് എന്ന് ചോദിച്ചാൽ, ആദ്യം തന്നെ നിങ്ങൾ polyadmission.org എന്നുള്ള വെബ്സൈറ്റ്, അതായത് പോളിയുടെ ഈ ഒരു വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ വിദ്യാർത്ഥികൾക്ക് കാണാൻ പറ്റുന്നതാണ്, ഇതുപോലെയാണ് കാണാൻ പറ്റുക. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാം റെഗുലർ ഡിപ്ലോമ അഡ്മിഷൻ റെഗുലർ 2025-26 എന്നുള്ള ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വിദ്യാർത്ഥികൾക്ക് പിന്നീട് അടുത്ത പേജിലേക്ക് പോകുന്നതാണ്. അപ്പോൾ അടുത്ത പേജിൽ വിദ്യാർത്ഥികൾക്ക് കാണാൻ സാധിക്കുന്നതായിരിക്കും, അതായത് പോളിടെക്നിക് കോളേജ് റെഗുലർ ഡിപ്ലോമ അഡ്മിഷൻ ജില്ലാതല കൗൺസിലിംഗ് 15/7/2025 മുതൽ 21/7/2025 വരെ ആണ് നടക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ജില്ലാതലത്തിൽ കൗൺസിലിംഗ് രജിസ്ട്രേഷൻ 11/7/2025 മുതൽ 14/7/2025 വരെ, അതായത് ഇന്നാണ് ഈ ഒരു കൗൺസിലിംഗിന്റെ രജിസ്ട്രേഷൻ ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ്. അപ്പോൾ ഇതിന്റെ റാങ്ക് ലിസ്റ്റ് എന്ന് പറയുമ്പോൾ നിങ്ങളിവിടെ ചെക്ക് യുവർ റാങ്ക് എന്ന് പറഞ്ഞിട്ട് അവിടെ ഓപ്ഷൻ കാണാം. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്ത ശേഷം നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പർ അല്ലെങ്കിൽ വൺ ടൈം രജിസ്ട്രേഷൻ നമ്പർ അല്ലെങ്കിൽ മൊബൈൽ നമ്പർ ഇതിൽ ഏതെങ്കിലും ഒന്ന് കൊടുത്ത് ഡേറ്റ് ഓഫ് ബർത്ത് കൂടി കൊടുത്ത ശേഷം ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ റാങ്ക് കാണാൻ പറ്റും. സ്ട്രീം 1 അതുപോലെ തന്നെ സ്ട്രീം 2 എന്നിങ്ങനെ പറഞ്ഞുകൊണ്ട് 2 റാങ്കുകൾ കാണാൻ പറ്റും. ഇതിൽ നിങ്ങൾ സ്ട്രീം 1ന്റെ റാങ്കാണ് നോക്കേണ്ടത്. അപ്പോൾ സ്ട്രീം 1ന്റെയും അതുപോലെ സ്ട്രീം 2ന്റെയും റാങ്ക് നോക്കാം. എന്നിരുന്നാലും നിങ്ങൾ സ്ട്രീം 1ന്റെ ആ ഒരു റാങ്കിലാണ് കൂടുതൽ അഡ്മിഷൻ കിട്ടുക. കാരണം സ്ട്രീം 1ന്റെ റാങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു എഞ്ചിനീയറിംഗ് അതുപോലെ തന്നെ ടെക്നിക്കൽ കോഴ്സുകൾ ആണ് ഈ ഒരു സ്ട്രീം 1ന്റേതിൽ ഉണ്ടാവുക. സ്ട്രീം 2 ആണെങ്കിൽ അതിൽ ഈ ഒരു ടെക്നിക്കൽ കോഴ്സ് ഒന്നും വരുന്നില്ല. അതിൽ ആകെ ഈ ഒരു ടെക്നിക്കൽ അല്ലാതെ അതായത് സെക്രട്ടറിയൽ പ്രാക്ടീസ് പോലുള്ള കുറച്ച് കോഴ്സുകൾ, അതായത് 1-3 കോഴ്സുകൾ മാത്രമേ അതിൽ 1-2-3 കോഴ്സുകൾ മാത്രമേ സ്ട്രീം 2 റാങ്ക് ലിസ്റ്റ് പ്രകാരം വരുന്നുള്ളൂ. സ്ട്രീം 1 ആണെങ്കിൽ നിങ്ങൾക്ക് വിവിധ കോഴ്സുകളിലേക്കുള്ള അഡ്മിഷൻ കിട്ടുന്നതായിരിക്കും. അപ്പോൾ സ്ട്രീം 1ന്റെ റാങ്കാണ് നിങ്ങൾ നോക്കേണ്ടത്. ഇനി വിദ്യാർത്ഥികൾക്ക് എങ്ങനെയാണ് ഈ ഒരു കൗൺസിലിംഗിന് ഏത് ദിവസമാണ് ഹാജരാവേണ്ടത് എന്ന കാര്യം എങ്ങനെ പരിശോധിക്കാമെന്ന് നോക്കാം. ആദ്യം തന്നെ നിങ്ങൾ ചെയ്യേണ്ടത്, ഇതുവരെ രജിസ്ട്രേഷൻ ചെയ്യാത്ത വിദ്യാർത്ഥികൾക്ക് ഇന്ന്, അതായത് ജൂലൈ 14-ാം തീയതി വരെ നിങ്ങൾക്ക് കൗൺസിലിംഗ് ഓർ സ്പോട്ട് അഡ്മിഷൻ രജിസ്ട്രേഷൻ ലിങ്ക് മുഖേന രജിസ്ട്രേഷൻ ചെയ്യാൻ പറ്റും. ഈ ഒരു കൗൺസിലിംഗ് ഓർ സ്പോട്ട് അഡ്മിഷൻ രജിസ്ട്രേഷൻ ലിങ്ക് മുഖേന നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പർ, വൺ ടൈം രജിസ്ട്രേഷൻ നമ്പർ അല്ലെങ്കിൽ മൊബൈൽ നമ്പർ ഇതിൽ ഏതെങ്കിലും ഒന്ന് കൊടുത്ത് ഡേറ്റ് ഓഫ് ബർത്ത് കൂടി കൊടുത്ത് നിങ്ങൾ ഏത് ജില്ലയിലെ ഈ ഒരു സ്പോട്ട് അഡ്മിഷൻ അല്ലെങ്കിൽ നോഡൽ പോളിടെക്നിക് കൗൺസിലിംഗിലാണ് പങ്കെടുക്കാൻ ഉദ്ദേശിക്കുന്നത് ആ ഒരു ജില്ല നിങ്ങൾ സെലക്ട് ചെയ്ത് കൊടുത്ത് ഓക്കെ കൊടുത്ത് നിങ്ങൾ അത് രജിസ്ട്രേഷൻ ചെയ്യണം. അങ്ങനെ രജിസ്ട്രേഷൻ ചെയ്യേണ്ടതാണ്. അതുപോലെ തന്നെ ഒന്നിലധികം ജില്ലയിൽ അഡ്മിഷൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഒന്നിലധികം ജില്ലയിലേക്ക് ഇതേ രീതിയിൽ നേരത്തെ പറഞ്ഞ സ്റ്റെപ്പ് പ്രകാരം ആപ്ലിക്കേഷൻ നമ്പർ അല്ലെങ്കിൽ വൺ ടൈം രജിസ്ട്രേഷൻ നമ്പർ അല്ലെങ്കിൽ മൊബൈൽ നമ്പർ ഇതിൽ ഏതെങ്കിലും ഒന്ന് കൊടുത്ത് ഡേറ്റ് ഓഫ് ബർത്ത് കൂടി കൊടുത്ത് അടുത്ത ജില്ല സെലക്ട് ചെയ്ത് നിങ്ങൾക്ക് അത് ഓക്കെ കൊടുത്ത് അത് രജിസ്ട്രേഷൻ ചെയ്യാവുന്നതാണ്. ഇങ്ങനെ നിങ്ങൾക്ക് എത്ര ജില്ലയിലേക്ക് അഡ്മിഷൻ വേണമെങ്കിലും നിങ്ങൾക്ക് ഈ ഒരു രീതിയിൽ കൗൺസിലിംഗിനായിട്ട് രജിസ്ട്രേഷൻ ചെയ്യേണ്ടതാണ്. കൗൺസിലിംഗിന് രജിസ്ട്രേഷൻ ചെയ്യാത്ത വിദ്യാർത്ഥികളെ യാതൊരു കാരണവശാലും ഇതിൽ പങ്കെടുപ്പിക്കുന്നതല്ല എന്നുള്ളത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കാം. കൗൺസിലിംഗിന് രജിസ്ട്രേഷൻ ചെയ്ത് കഴിഞ്ഞാൽ പ്രിന്റ് കൗൺസിലിംഗ് ഓർ സ്പോട്ട് രജിസ്ട്രേഷൻ ഫ്ലിപ്പ് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്ത ശേഷം നിങ്ങൾക്ക് നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പർ അല്ലെങ്കിൽ വൺ ടൈം രജിസ്ട്രേഷൻ നമ്പർ അല്ലെങ്കിൽ നിങ്ങളുടെ മൊബൈൽ നമ്പർ, അതായത് ആപ്ലിക്കേഷൻ നമ്പർ അല്ലെങ്കിൽ വൺ ടൈം രജിസ്ട്രേഷൻ നമ്പർ അല്ലെങ്കിൽ മൊബൈൽ നമ്പർ ഇതിൽ ഏതെങ്കിലും ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്ത ശേഷം ഡേറ്റ് ഓഫ് ബർത്ത് എന്നുള്ളത് കൂടി, അത് നിങ്ങളുടെ ബർത്ത് ഡേറ്റ് കൂടി കൊടുത്ത ശേഷം ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ രജിസ്ട്രേഷൻ സ്ലിപ്പ് കിട്ടുന്നതാണ്. ഈ ഒരു രജിസ്ട്രേഷൻ സ്ലിപ്പ് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇന്ന് വേണമെങ്കിൽ വീണ്ടും ഈ ഒരു സ്പോട്ട് അഡ്മിഷന് വേറെ ജില്ല വേണമെങ്കിൽ അത് നിങ്ങൾക്ക് കൊടുക്കാവുന്നതാണ്. ഇനി വിദ്യാർത്ഥികൾ ചെയ്യേണ്ടത്, ഇവിടെ വേക്കൻസി പൊസിഷൻ കൊടുത്തിട്ടുണ്ട്. അതായത് വേക്കൻസിയിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓരോ ജില്ല സെലക്ട് ചെയ്ത് ഓരോ പോളിടെക്നിക് കോളേജ് സെലക്ട് ചെയ്യുന്ന സമയത്ത് അവിടെ നിങ്ങൾക്ക് എത്ര വേക്കൻസീസ് ഉണ്ട്, അതുപോലെ തന്നെ ഏതൊക്കെ കോഴ്സുകളാണ് വേക്കൻസി ഉള്ളത് എന്നുള്ള ഡീറ്റെയിൽസ് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രമാണ്, ആ ഒരു വേക്കൻസി പൊസിഷൻ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് ഈ ഒരു പേജിലേക്ക് പോകുന്നതാണ്. ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും ജില്ല സെലക്ട് ചെയ്ത് കൊടുക്കുക. നിങ്ങൾ ഏത് ജില്ലയിലെ ആ ഒരു നോഡൽ പോളിടെക്നിക് കൗൺസിലിംഗ് ആണ് പങ്കെടുക്കാൻ ഉദ്ദേശിക്കുന്നത് ആ ഒരു ജില്ല സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നിങ്ങൾ അഡ്മിഷൻ ആഗ്രഹിക്കുന്ന പോളിടെക്നിക് കോളേജ് ഏതാണോ അത് സെലക്ട് ചെയ്ത് കൊടുക്കുക. ഓക്കെ കൊടുക്കുക. ഓക്കെ കൊടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് വിവിധ കോഴ്സുകൾക്ക് ഇവിടെ വേക്കൻസി കൊടുത്തത് കാണാൻ പറ്റും. ഇവിടെ നിങ്ങൾക്ക് കാണാം ജനറൽ കാറ്റഗറിയിൽ നിങ്ങൾക്ക് ഇവിടെ കൂടുതൽ സീറ്റ് കൊടുത്തിട്ടുണ്ട്. ജനറൽ കാറ്റഗറിയിൽ എല്ലാവരെയും പരിഗണിക്കുന്നതാണ്. അതായത് ഏത് കാസ്റ്റിൽ അല്ലെങ്കിൽ ഏത് കാറ്റഗറിയിൽ ഉൾപ്പെടുന്ന ഒരു വിദ്യാർത്ഥി ആയിരുന്നാലും ജനറൽ കാറ്റഗറിയിലേക്ക് പരിഗണിക്കും. അതായത് ഇവിടെ കാണാം ME, AU, EE അതുപോലെ CM എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ്. ME എന്ന് പറഞ്ഞാൽ മെക്കാനിക്കലാണ്, AU എന്ന് പറഞ്ഞാൽ ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ് ആണ്, CE എന്ന് പറഞ്ഞാൽ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് ആണ്. അതുപോലെ CMന്റെ ഫുൾ ഫോം എനിക്കറിയില്ല. അപ്പോൾ അത് നമുക്ക് എങ്ങനെയാണ് മനസ്സിലാക്കാനുള്ള കാര്യം നമുക്ക് നോക്കാം. ഇനി അടുത്തതായിട്ട് സെയിം ജില്ലയിലെ തന്നെ വേറെ കോളേജ് നോക്കണമെങ്കിൽ നിങ്ങൾ ജസ്റ്റ് വേറൊരു ജില്ല ആദ്യം സെലക്ട് ചെയ്ത് കൊടുക്കുക. അങ്ങനെയെങ്കിൽ മാത്രമാണ് അത് താഴത്തേത് ആക്റ്റീവ് ഉള്ളൂ. അപ്പോൾ അതിനുശേഷം നിങ്ങൾ സെയിം ജില്ല വീണ്ടും സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം അവിടുത്തെ പോളിടെക്നിക് കോളേജ് ഏതാണോ വേണ്ടത് അത് സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഓക്കെ കൊടുക്കുക. അപ്പോൾ ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ അടുത്ത പേജിൽ നിങ്ങൾക്ക് അവിടുത്തെ വേക്കൻസീസ് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതാണ്
ഇവിടെ നിരവധി വേക്കൻസീസ് ആണ് അതായത് ഇവിടെയുള്ളത്. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത് വുമൺസ് പോളിടെക്നിക് കോളേജ് ഉണ്ട്, അതുപോലെ തന്നെ സാധാരണ പോളിടെക്നിക് കോളേജ് ഉണ്ട്. വുമൺ ആണെങ്കിൽ അവിടെ പെൺകുട്ടികൾക്ക് മാത്രമേ അപേക്ഷിക്കാൻ പറ്റത്തുള്ളൂ. അതുപോലെ തന്നെ അവിടെ സാധാരണ പോളിടെക്നിക് കോളേജ് ആണെങ്കിൽ ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും അവിടെ അപേക്ഷിക്കാനായിട്ട് പറ്റുന്നതായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ അതിനനുസരിച്ചിട്ടായിരിക്കും നിങ്ങൾ അഡ്മിഷൻ നേടേണ്ടത്. ഇനി വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, ഇവരുടെ കോഴ്സിൻ്റെ ഫുൾ ഫോം അറിയണമെങ്കിൽ ഡൗൺലോഡ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ഡൗൺലോഡ്സ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്നതാണ് പ്രോഗ്രാംസ് ആൻഡ് കോഴ്സ് അനക്സ്റ്റർ 2 എന്ന് പറഞ്ഞുകൊണ്ട് കാണാൻ പറ്റും. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓരോ കോഴ്സിൻ്റെയും അതുപോലെ തന്നെ ആ ഒരു ഫുൾ ഫോം എന്താണ് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. കാരണം നിങ്ങൾക്ക് വേക്കൻസിയിൽ കോഴ്സിൻ്റെ കോഡ് മാത്രമേ കാണാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതാണ് അതായത് കോഴ്സിൻ്റെ കോഡ്, അതുപോലെ തന്നെ കോഴ്സിൻ്റെ ഫുൾ ഫോം എന്താണെന്നുള്ളത് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ AU എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് കാണാം ഇവിടെ ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ് ആണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് AI എന്ന് പറഞ്ഞാൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും CE എന്ന് പറഞ്ഞാൽ സിവിൽ എഞ്ചിനീയർ ആണ്. അതുപോലെ CH എന്ന് പറഞ്ഞാൽ കെമിക്കൽ എഞ്ചിനീയറിംഗ് ആണ്. കെമിക്കൽ എഞ്ചിനീയറിംഗ് നല്ലൊരു കോഴ്സാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് കമ്പ്യൂട്ടർ ഹാർഡ്വെയർ എഞ്ചിനീയറിംഗ് ആണ് CM എന്ന് പറയുന്നത്. അതുപോലെ തന്നെ വിവിധ കോഴ്സുകളുടെ ആ ഒരു കോഡ് കറക്റ്റായിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ CS എന്ന് പറഞ്ഞാൽ കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് ആണ്. ഈ ഒരു രീതിയിൽ വിവിധ കോഴ്സുകളുണ്ട്. അതുപോലെ EE എന്ന് പറഞ്ഞാൽ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് ആണ്. അതുപോലെ തന്നെ ഈ ഒരു രീതിയിൽ അതുപോലെ EV എന്ന് പറഞ്ഞാൽ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ആൻഡ് ഇലക്ട്രിക് വെഹിക്കിൾ ടെക്നോളജിയാണ്. അതുപോലെ FT എന്ന് പറഞ്ഞാൽ ഫുഡ് പ്രോസസ്സിംഗ് ടെക്നോളജി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് പറ്റുന്നതായിരിക്കും. അതുപോലെ തന്നെ ഈ ഒരു MI എന്ന് പറഞ്ഞാൽ മൈക്രോ എഞ്ചിനീയറിംഗ്, അതായത് മൈക്രോ ഇലക്ട്രോണിക്സ്. അതുപോലെ ET എന്ന് പറഞ്ഞാൽ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ്. HM എന്ന് പറഞ്ഞാൽ ഹോട്ടൽ മാനേജ്മെൻറ്റ് കാറ്ററിംഗ് ടെക്നോളജി. ഈ രീതിയിൽ നിങ്ങൾക്ക് ഓരോ കോഴ്സിൻ്റെയും ആ ഒരു കോഡും അതിൻ്റെ ഫുൾ ഫോം നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റുന്നതായിരിക്കും. ഇനി വിദ്യാർത്ഥികൾ ചെയ്യേണ്ടത് എന്താണ് എന്നുള്ള കാര്യം പറയാം. ഇനി വിദ്യാർത്ഥികൾ ചെയ്യേണ്ടത് ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും കൗൺസിലിംഗ് ഓർ സ്പോട്ട് അഡ്മിഷൻ ഷെഡ്യൂൾ എന്ന് പറഞ്ഞുകൊണ്ട് കാണാൻ പറ്റും. അപ്പോൾ അവിടെ ക്ലിക്ക് ചെയ്യുക. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 14 ജില്ലകളിലെ 14 നോഡൽ പോളിടെക്നിക് കോളേജുകളിലെ ആ ഒരു ഡീറ്റെയിൽസ്, അതായത് അതിൻ്റെ പേരും കാര്യങ്ങളൊക്കെ, അതുപോലെ ഏത് ജില്ലയിലാണ് എന്നുള്ളതൊക്കെ മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഓരോ ജില്ലയിലും ഓരോ നോഡൽ പോളിടെക്നിക് കോളേജസ് ഉണ്ട്. അപ്പോൾ അത് ഏത് നോഡൽ പോളിടെക്നിക് കോളേജാണ്, ഏത് സ്ഥലത്താണ് എന്നുള്ളത് കൃത്യമായിട്ട് ഇവിടെ നോഡൽ പോളിടെക്നിക് നെയിം എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രമാണ്. നിങ്ങൾ ഒരു ജില്ലയിൽ മാത്രം അപേക്ഷിച്ചവർ ആ ഒരു ജില്ലയുടെ, അതായത് ഇപ്പോൾ ഞാനിപ്പോൾ തിരുവനന്തപുരത്താണ് അപേക്ഷിച്ചതെങ്കിൽ ആ ഒരു തിരുവനന്തപുരം ജില്ലയുടെ ആ ഒരു നോഡൽ പോളിടെക്നിക് കൗൺസിലിൻ്റെ ഈ ഒരു ഷെഡ്യൂൾ ഇവിടെ ഉണ്ട്. ഡൗൺലോഡ് ഓപ്ഷൻ കാണാം. താഴെ എയറോ സിമ്പിളായിട്ട് ഒരു റൗണ്ട് ആയിട്ടുള്ള ഈ ഒരു സിമ്പിളാണ്. അപ്പോൾ നിങ്ങൾ അതിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഷെഡ്യൂൾ ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റും. നിങ്ങളിപ്പോൾ ഒന്നിലധികം ജില്ലയിലേക്ക് അപേക്ഷിച്ച വിദ്യാർത്ഥികൾ ആണെങ്കിൽ ഒന്നിലധികം ജില്ലയിൽ നിങ്ങളിപ്പോൾ ഏതൊക്കെ ജില്ലയിലാണോ അപേക്ഷിച്ചത് അതിൻ്റെ ഷെഡ്യൂൾ കറക്റ്റായിട്ട് ഡൗൺലോഡ് ചെയ്യുക. ഞാനിപ്പോൾ തിരുവനന്തപുരത്തും കൊല്ലത്തുമാണ് അപേക്ഷിച്ചതെങ്കിൽ ഈ ഒരു രണ്ടും ഞാൻ ഡൗൺലോഡ് ചെയ്ത് എടുക്കണം. അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾ ഏതൊക്കെ ജില്ലയിലാണോ അപേക്ഷിച്ചത് ആ ഒരു ജില്ലയുടെ കൗൺസിലിംഗിൻ്റെ ഷെഡ്യൂൾ നിർബന്ധമായിട്ടും നിങ്ങൾ ഡൗൺലോഡ് ചെയ്തിട്ട് എടുക്കണം. ഇപ്പോൾ ഞാനിപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പോൾ ഇവിടെ പത്തനംതിട്ട ജില്ലയിൽ ഞാൻ അപേക്ഷിച്ചിട്ടുണ്ട്, എന്നാൽ അത് വന്നിട്ടില്ല എന്ന് വെച്ചിട്ട് തിരുവനന്തപുരം ജില്ലയിലേത് ഡൗൺലോഡ് ചെയ്തെടുത്തതുകൊണ്ട് എനിക്ക് പ്രയോജനം ഉണ്ടാവില്ല. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾ അപേക്ഷ, അതായത് കൗൺസിലിംഗിനായിട്ട് രജിസ്ട്രേഷൻ ചെയ്ത ജില്ല ഏതാണോ ആ ഒരു ജില്ലയുടെ മാത്രം ഡൗൺലോഡ് ചെയ്തെടുക്കുക. ഒന്നിലധികം ജില്ല ഉണ്ടെങ്കിൽ ഇപ്പോൾ ഞാനിപ്പോൾ തിരുവനന്തപുരത്തും കൊല്ലത്തും അപേക്ഷിച്ചിട്ടുണ്ടെങ്കിൽ തിരുവനന്തപുരത്തിൻ്റെ ആ ഒരു ഷെഡ്യൂളും അതുപോലെ തന്നെ കൊല്ലത്തിൻ്റെ ആ ഒരു കൊല്ലം ജില്ലയിലെ പോളിടെക്നിക്കിൻ്റെ ആ ഒരു ഷെഡ്യൂൾ ഞാൻ ഡൗൺലോഡ് ചെയ്തെടുക്കണം. ഇത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. നിങ്ങൾ ഏതൊക്കെ ജില്ലയിലാണ് കൗൺസിലിംഗ് രജിസ്ട്രേഷൻ ചെയ്തത് ആ ഒരു ജില്ലയുടെ കൗൺസിലിംഗിൻ്റെ ഷെഡ്യൂളാണ് നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് എടുക്കേണ്ടത്. ഇനിയിപ്പോൾ ഞാനിപ്പോൾ ഡൗൺലോഡ് ചെയ്തെടുക്കുന്നത് ഇപ്പോൾ ഈ ഒരു തിരുവനന്തപുരത്താണ് ഞാനിപ്പോൾ അപേക്ഷിച്ചത്. അതുപോലെ തന്നെ ഞാനിപ്പോൾ കളമശ്ശേരി, അതായത് എറണാകുളത്ത് ഞാൻ അപേക്ഷിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ അത് രണ്ടും ഞാൻ ഡൗൺലോഡ് ചെയ്തെടുക്കണം. ഇങ്ങനെ രണ്ടും ഡൗൺലോഡ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യം ഞാൻ പറയാം. അപ്പോൾ ഡൗൺലോഡ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇതിൻ്റെ ഷെഡ്യൂൾ കൊടുത്തത് കാണാൻ പറ്റും. അപ്പോൾ ഷെഡ്യൂൾ എന്ന് പറയുന്ന സമയത്ത് നിങ്ങൾക്ക് അതെന്താണെന്നൊക്കെ പറഞ്ഞുതരാം. അതിനു മുമ്പായിട്ട് നിങ്ങൾ അഡ്മിഷനായിട്ട് പോകുന്ന സമയത്ത് എത്ര രൂപയാണ് ഫീസ് ഇനത്തിൽ എടുക്കേണ്ടത്, അതുപോലെ തന്നെ എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് ആണ് എടുക്കേണ്ടത് എന്നുള്ള കാര്യം പറയാം. ഈ ഒരു അഡ്മിഷനായിട്ട് പോകുന്ന സമയത്ത് നിങ്ങൾ SSLC അല്ലെങ്കിൽ VHSC ഏതാണോ നിങ്ങൾ പാസ്സായത് അതിൻ്റെ ഒറിജിനൽ സർട്ടിഫിക്കറ്റ്, SSLC പാസ്സായവരാണെങ്കിൽ SSLC സർട്ടിഫിക്കറ്റ്, വൊക്കേഷണൽ ഹയർ സെക്കൻഡറി പാസ്സായവരാണെങ്കിൽ അതിൻ്റെ ആ ഒരു ഒറിജിനൽ സർട്ടിഫിക്കറ്റ് ആണ് എടുക്കേണ്ടത്. അടുത്തത് നിങ്ങളുടെ TC ആണ്. അടുത്തത് സ്വഭാവ സർട്ടിഫിക്കറ്റ് ആണ്. അടുത്തത് നിങ്ങളുടെ കാസ്റ്റ് അതുപോലെ ഇൻകം എന്നിവയുടെ ഒറിജിനൽ സർട്ടിഫിക്കറ്റ് ആണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് വല്ല പ്രത്യേക കോട്ടയോ അല്ലെങ്കിൽ റിസർവേഷനോ ഉണ്ടെങ്കിൽ അത് തെളിയിക്കാനായിട്ടുള്ള സർട്ടിഫിക്കറ്റ് ആണ്. അതുപോലെ തന്നെ SC ST വിഭാഗം വിദ്യാർത്ഥികൾ ആണെങ്കിൽ കാസ്റ്റ് സർട്ടിഫിക്കറ്റും ഇൻകം സർട്ടിഫിക്കറ്റും എടുക്കേണ്ടതാണ്. അത് കാസ്റ്റ് എന്ന് പറയുമ്പോൾ കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് ആയിരിക്കും അല്ലെങ്കിൽ കാസ്റ്റ് സർട്ടിഫിക്കറ്റ് ആയിരിക്കും. ഇതിൽ ഏതെങ്കിലും ഒന്ന് എടുക്കുക. അതോടൊപ്പം തന്നെ ഇൻകം സർട്ടിഫിക്കറ്റ് കൂടി എടുക്കുക, കാരണം ഫീസ് ആനുകൂല്യം ഉണ്ടാവും, അതുകൊണ്ടാണ്. അതുപോലെ തന്നെ ബാക്കിയുള്ള വിദ്യാർത്ഥികൾ ആണെങ്കിൽ ഈ ഒരു നോൺ ക്രിമിനൽ സർട്ടിഫിക്കറ്റ് അതുപോലെ തന്നെ ഇൻകം സർട്ടിഫിക്കറ്റും എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ EWS വിഭാഗം വിദ്യാർത്ഥികളാണെങ്കിൽ EWS സർട്ടിഫിക്കറ്റ് എടുക്കേണ്ടതാണ്. അതുപോലെ തന്നെ ആധാർ കാർഡ് അതിൻ്റെ കോപ്പി കൂടി എടുക്കണം. അതുപോലെ തന്നെ കൗൺസിലിംഗിനായിട്ട് നിങ്ങൾ രജിസ്ട്രേഷൻ ചെയ്തപ്പോൾ നിങ്ങൾക്ക് പ്രിന്റ് കൗൺസിലിംഗ് ഒരു രജിസ്ട്രേഷൻ സ്ലിപ്പ് ഓപ്ഷൻ വഴി നിങ്ങൾക്ക് ലഭിച്ച ഒരു കൗൺസിലിംഗിൻ്റെ രജിസ്ട്രേഷൻ സ്ലിപ്പ്. ഇനി അഡ്മിഷൻ വേളയിൽ വിദ്യാർത്ഥികൾക്കൊപ്പം രക്ഷിതാക്കൾ നിർബന്ധമായിട്ടും ഉണ്ടായിരിക്കേണ്ടതാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് നിർബന്ധമായിട്ടും ഉണ്ടായിരിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ വൈകി എത്തുന്ന അപേക്ഷകരെയും പരിശോധനയ്ക്ക് പങ്കെടുക്കാതിരിക്കുന്ന അപേക്ഷകരെയും അന്നേ ദിവസം അഡ്മിഷനായിട്ട് പരിഗണിക്കില്ല എന്നും പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ കൂടുതൽ വിവരങ്ങൾക്കായിട്ട് ഹെൽപ്പ് ഡെസ്കിൽ കോൺടാക്ട് ചെയ്യുക എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇനി വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത് ഇതിൽ എങ്ങനെ പങ്കെടുക്കാം എന്നുള്ളതാണ്. ഇപ്പോൾ ഈ കളമശ്ശേരി, അതായത് എറണാകുളം ജില്ലയിലെ ആ ഒരു പോളിടെക്നിക്കിൻ്റെ കൗൺസിലിംഗിൻ്റെതാണ് ഞാൻ ഡൗൺലോഡ് ചെയ്തെടുത്തത് എന്നുള്ളതുകൊണ്ട് തന്നെ ഇവിടെ നിങ്ങൾ കാണാം എറണാകുളം ജില്ലയിലെ ഗവൺമെൻറ് എയ്ഡഡ് IHRD ക്യാപ്പ് സെൽഫ് ഫിനാൻസിംഗ് പോളിടെക്നിക് കോളേജുകളിലേക്കുള്ള ജില്ലാതല കൗൺസിലിംഗ് ഗവൺമെൻറ് പോളിടെക്നിക് കോളേജ് കളമശ്ശേരിയിൽ വെച്ച് 2025 ജൂലൈ 15, 16, 17, 18 തീയതികളായിട്ട് നടത്തപ്പെടുന്നുണ്ട്. എറണാകുളം ജില്ലയിലെ കൗൺസിലിംഗിനായിട്ട് രജിസ്ട്രേഷൻ ചെയ്തിട്ടുള്ള എല്ലാ വിദ്യാർത്ഥികളും താഴെ പറയുന്ന ഷെഡ്യൂൾ പ്രകാരം പങ്കെടുക്കുക എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്.
അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രമാണ്. ഇവിടെ നിങ്ങൾക്ക് സ്ലോട്ട് 1 സ്ലോട്ട് 2 എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കാണാം. ഓരോ പോളിടെക്നിക് കോളേജിന്റെയും ഷെഡ്യൂൾ ചിലപ്പോൾ ഈ ഒരു മോഡലായിരിക്കില്ല, വേറെ മോഡലായിരിക്കും. അപ്പോൾ നിങ്ങൾ ഇതിൽ ശ്രദ്ധിക്കേണ്ടത് ഏത് ദിവസമാണ് ഹാജരാവേണ്ടത് എന്നുള്ള ഡേറ്റും കൊടുത്തിട്ടുണ്ട്, അതുപോലെ ഡേയും കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ കാണാം രജിസ്ട്രേഷൻ ടൈം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ടൈം നോക്കും മുമ്പായിട്ട് നിങ്ങൾ നോക്കേണ്ടത് റാങ്ക് ഡീറ്റെയിൽസ് ആണ്. അപ്പോൾ നിങ്ങളുടെ റാങ്ക്, അതായത് ഇവിടെ നോക്കുക 1 മുതൽ 2000 വരെയാണെങ്കിൽ നിങ്ങൾ 8:30 മുതൽ 9:30 വരെയാണ് ആ ഒരു പോളിടെക്നിക് കോളേജിൽ. ആ ഒരു 8:30 മുമ്പായിട്ട് നിങ്ങൾ എത്തുകയും നിങ്ങളുടെ പേര് രജിസ്ട്രേഷൻ ചെയ്യുകയും ചെയ്യണം. അതുപോലെ തന്നെ നിങ്ങളുടെ റാങ്ക് 2001 മുതൽ 7000 വരെയാണെങ്കിൽ നിങ്ങൾ രാവിലെ 10:30 മുതൽ 12 മണി വരെയാണ് നിങ്ങൾക്കുള്ള ആ ഒരു അഡ്മിഷൻ ടൈം എന്ന് പറയുന്നത്. ആ ഒരു ടൈം കഴിഞ്ഞാൽ പിന്നീട് നിങ്ങളെ പരിഗണിക്കില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു 10:30 ഒരു 10 മണിക്കേക്ക് എത്തുക. അതുപോലെ തന്നെ ഇവിടെ കാണാം 7001 മുതൽ 10,000 വരെ, അതായത് രാവിലെ അല്ല, ഉച്ചയ്ക്ക് 1:30 മുതൽ ഉച്ചയ്ക്ക് 2:30 വരെയാണ്. അതിനിടയിലായിട്ടാണ് നിങ്ങൾക്ക് ആ ഒരു റാങ്കിനിടയിലുള്ള വിദ്യാർത്ഥികൾക്കുള്ള ആ ഒരു കൗൺസിലിംഗ് നടക്കുന്നത്. അപ്പോൾ ആ ഒരു ടൈമിൽ നിങ്ങൾ പോകുക. ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് എൻ്റെ സ്ട്രീം 1ന്റെ റാങ്ക് എന്ന് പറയുന്നത് ഒരു 14,280 ആണെന്ന് വിചാരിക്കുക, അത് 14,280 ആണെന്ന് വിചാരിക്കാം. അപ്പോൾ ഞാൻ ഏത് സമയത്താണ് ഹാജരാവേണ്ടത് എന്ന് ചോദിച്ചാൽ ഇവിടെ നിങ്ങൾക്ക് കാണാം, ഞാനിപ്പോൾ എറണാകുളം ജില്ലയിൽ കൂടി അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ ഇവിടെ നോക്കുന്ന സമയത്ത് അതായത് 14,280, അത് ഇതിൽ ഏത് റാങ്കിൻ്റെ ഇടയിലാണ് വരുന്നത് എന്ന് നോക്കാം. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാം 12,001 മുതൽ 17,000 വരെയുള്ള എല്ലാ വിദ്യാർത്ഥികളും ഹാജരാവേണ്ടത് ഈ ഒരു 16/7/2025 ബുധനാഴ്ച രാവിലെ 10:30 മുതൽ 12 മണി വരെയാണ്. അപ്പോൾ ഞാൻ ഈ ഒരു 10:30 അതായത് ഒരു 10 മണിക്കേക്ക് അവിടെ എത്തുക. അതിനുശേഷം എൻ്റെ പേര് രജിസ്ട്രേഷൻ ചെയ്യുക, അതിനുശേഷം ഇതിൽ പങ്കെടുക്കുക. ഇത്രയാണ് ഞാൻ ചെയ്യേണ്ടത്. അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങളുടെ റാങ്ക്, അതായത് ഏത് ജില്ലയിലാണോ നിങ്ങൾ അപേക്ഷിച്ചത് അതിൻ്റെ ഷെഡ്യൂൾ ഡൗൺലോഡ് ചെയ്തെടുക്കുക. അതിനുശേഷം നിങ്ങൾക്ക് അതിൻ്റെ ഷെഡ്യൂളിൽ നിങ്ങളുടെ റാങ്ക് എവിടെയാണ് വരുന്നത്, ആ ഒരു റാങ്ക് നിങ്ങൾക്ക് ആ ഒരു റാങ്കിലുള്ള വിദ്യാർത്ഥി ഏത് ദിവസമാണ് ഹാജരാവേണ്ടത്, അതുപോലെ തന്നെ ഏത് സമയത്താണ് ഹാജരാവേണ്ടത്, അത് കൃത്യമായിട്ട് നിങ്ങൾ നോക്കുക. കൃത്യസമയത്തേക്ക്, അതായത് കുറച്ച് നേരത്തെ ITI അതായത് പോളിടെക്നിക് കോളേജിൽ എത്താൻ ശ്രദ്ധിക്കുക. ഇപ്പോൾ 10:30 ഇപ്പോൾ ഞാൻ പോവേണ്ടതെങ്കിൽ ഒരു 9 മണി ആവുന്ന സമയത്തേക്ക് എത്താനായിട്ട് നോക്കുക. കാരണം ലേറ്റായിട്ട് പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ ബസ്സൊന്നും കിട്ടാതെ കഴിഞ്ഞ വർഷമൊക്കെ പല വിദ്യാർത്ഥികൾക്കും ഈ ഒരു കൗൺസിലിംഗിൽ പങ്കെടുക്കാൻ പറ്റാത്ത അവസ്ഥയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ കുറച്ച് നേരത്തെ തന്നെ പോകാനായിട്ട് ശ്രദ്ധിക്കുക. ഇനി അടുത്തതായിട്ട് സ്ട്രീം 2ൻ്റേത് നോക്കുന്ന സമയത്ത് ഇവിടെ നിങ്ങൾ കാണാം ഈ ഒരു 18/7/2025 ഈ ഒരു സ്ട്രീം 2ൽ അഡ്മിഷൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾ, അതായത് സ്ട്രീം 2 എന്ന് പറയുമ്പോൾ ഡിപ്ലോമ ഇൻ കൊമേഴ്ഷ്യൽ പ്രാക്ടീസ് ഇൻ വുമൺ പോളിടെക്നിക് കോളേജ് എറണാകുളം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അവിടെയാണ് ആ ഒരു സ്ട്രീം 2ൻ്റെ റാങ്ക് ഉള്ളത്. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾക്ക് അതിന് അഡ്മിഷൻ വേണമെങ്കിൽ ആ ഒരു ടൈമിലും ഹാജരാവാൻ ശ്രദ്ധിക്കുക. അതായത് ആദ്യത്തെ സ്ട്രീം 1ൻ്റെ റാങ്ക് നോക്കിയിട്ടും ഈ ഒരു കൗൺസിലിംഗിൽ പോവുക. അതുപോലെ സ്ട്രീം 2ൻ്റെ റാങ്ക് നോക്കിയിട്ട് എപ്പോഴാണ് പോകേണ്ടത് അതിനനുസരിച്ച് നിങ്ങൾക്ക് പോകാവുന്നതാണ്. ഇനി വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് അഡ്മിഷൻ്റെ ഫീസാണ്. അപ്പോൾ അഡ്മിഷൻ ആയിട്ട് വേണ്ട ഫീസ് എത്രയാണെന്ന് പറയാം. ഇപ്പോൾ നിങ്ങൾക്ക് ഗവൺമെൻറ് പോളിടെക്നിക് കോളേജ് ആണെങ്കിൽ നിങ്ങൾ എടുക്കേണ്ടത് ഒരു 5,000 രൂപയാണ് അഡ്മിഷനായിട്ട് വേണ്ടത്. അതുപോലെ PTF ഫണ്ട് നിങ്ങൾ ഈ ഒരു 5,000 എന്ന് പറയുമ്പോൾ നിങ്ങളത് ഓൺലൈനായിട്ടോ അല്ലെങ്കിൽ ഡെബിറ്റ് കാർഡ്, ക്രെഡിറ്റ് കാർഡ്, നെറ്റ് ബാങ്ക് വഴിയോ നിങ്ങൾക്ക് ഫീ പേയ്മെൻറ്റ് ചെയ്യാം. ഇതോടൊപ്പം തന്നെ PTF ഫണ്ട് നിങ്ങൾ പൈസയായിട്ട് തന്നെ അടക്കേണ്ടതായിട്ട് വരും. അപ്പോൾ ആ ഒരു PTF ഫണ്ട് കൂടി നിങ്ങൾ എടുക്കണം. PTF ഫണ്ട് ഒരു 2,000 രൂപക്കുള്ളിൽ മാത്രമേ വരത്തുള്ളൂ. അപ്പോൾ അത് ഒരു മാക്സിമം ആയിട്ട് പറഞ്ഞതാണ് 2,000 രൂപ എന്ന് പറയുന്നത്. ചിലപ്പോൾ അതിലും കുറവായിരിക്കും. ഇനിയിപ്പോൾ നിങ്ങൾക്ക് സെൽഫ് ഫിനാൻസ് കോളേജിലാണ് കിട്ടുന്നതെങ്കിൽ അല്ലെങ്കിൽ മറ്റേതെങ്കിലും കോളേജിലാണ് കിട്ടുന്നതെങ്കിൽ നിങ്ങൾക്കൊരു അഡ്മിഷൻ ടൈമിൽ നിങ്ങൾ ഏകദേശം ഒരു 30,000-ഓളം രൂപ അല്ലെങ്കിൽ 25,000-ഓളം രൂപ നിങ്ങൾ അടക്കേണ്ടതായിട്ട് വരും. അപ്പോൾ അത് എത്ര രൂപയാണ് എന്നുള്ള കാര്യം പറയാം. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ആദ്യം തന്നെ നേരത്തെ പറഞ്ഞതുപോലെ ഷെഡ്യൂൾ നോക്കുക. അതിനുശേഷം നിങ്ങൾ ഏത് സമയത്താണ് ഏത് ദിവസമാണോ ഹാജരാവേണ്ടത് എന്നുള്ള കാര്യം തീരുമാനിക്കുക. ഇപ്പോൾ ചില വിദ്യാർത്ഥികൾ ഇപ്പോൾ ഒന്നിലധികം ഈ ഒരു പോളിടെക്നിക് കോളേജിലെ കൗൺസിലിങ്ങിനായിട്ട്, അതായത് ഒന്നിലധികം ജില്ലയിലേക്ക് കൗൺസിലിങ്ങിനായിട്ട് രജിസ്ട്രേഷൻ ചെയ്തിട്ടുണ്ടാകും. ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പോൾ ഞാനിപ്പോൾ തിരുവനന്തപുരത്തും അപേക്ഷിച്ചിട്ടുണ്ട്, കൊല്ലം ജില്ലയിലും അപേക്ഷിച്ചിട്ടുണ്ട്. എൻ്റെ റാങ്ക് എന്ന് പറയുന്നത് ഇപ്പോൾ 14,280 ആണെന്ന് വിചാരിക്കാം. അപ്പോൾ ഞാനിപ്പോൾ ആദ്യം തന്നെ എന്ത് ചെയ്യുന്നു, തിരുവനന്തപുരം ജില്ലയിലേത് ആ ഒരു പോളിടെക്നിക് കോളേജിൻ്റേത് കൗൺസിലിങ്ങിൻ്റെ ആ ഒരു ഷെഡ്യൂൾ ഞാൻ ഡൗൺലോഡ് ചെയ്തെടുക്കുന്നു. ഡൗൺലോഡ് ചെയ്തെടുത്ത ശേഷം ഞാൻ അതിൻ്റെ ഷെഡ്യൂൾ നോക്കുന്നു. ഷെഡ്യൂൾ നോക്കുന്ന സമയത്ത് ഇവിടെ കാണാം, അതായത് 14,000 സംതിങ് ആണ് എൻ്റെ റാങ്ക് വരുന്നത്. അതുപോലെ തന്നെ ഈ ഒരു ആദ്യത്തെ വിഭാഗത്തിലൊന്നും ഞാൻ ഉൾപ്പെടുന്നില്ല, അതായത് VHSCയുടെ സർട്ടിഫിക്കറ്റ് ഒന്നും ഇല്ല. നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും സർട്ടിഫിക്കറ്റ് മറ്റുണ്ടെങ്കിൽ അതുപോലെ ഇതിൽ പറഞ്ഞ ഏതെങ്കിലും വിഭാഗത്തിൽ പെട്ടവരാണെങ്കിൽ ഈ ഒരു ദിവസം തന്നെ നിങ്ങൾക്ക് പോകാനായിട്ട് പറ്റും. എന്നാൽ ഞാൻ ഇതിലൊന്നും പ്രത്യേകിച്ച് ഇല്ലാത്തത് കൊണ്ട് തന്നെ ഞാൻ ജസ്റ്റ് ഇവിടെ 14,000 സംതിങ് റാങ്ക് ഉള്ളതുകൊണ്ട് തന്നെ ഏത് ദിവസമാണ് പോകേണ്ടത് എന്നുള്ള കാര്യം നോക്കുന്നു. അപ്പോൾ നോക്കുന്ന സമയത്ത് ഇവിടെ കാണാം 10,001 മുതൽ 15,000 വരെ. എൻ്റെ റാങ്ക് 14,282 ആയതുകൊണ്ട് തന്നെ ഞാൻ ജസ്റ്റ് ഇവിടെ ഈ ഒരു ദിവസമാണ് പോകേണ്ടത്. അപ്പോൾ ഈ ഒരു ദിവസം എന്ന് പറയുമ്പോൾ 17-ാം തീയതി വ്യാഴാഴ്ചയാണ്. ഇവിടെ രാവിലെ 9 മണിക്കാണ് പോകേണ്ടത്. ഇനിയിപ്പോൾ ഞാൻ അടുത്തതായിട്ട് കൊല്ലം ജില്ലയുടേത് കൂടി നോക്കുന്നു, കാരണം അതിൻ്റേത് എപ്പോഴാണ് എന്നുള്ളത് കൂടി നോക്കണം. അപ്പോൾ ഞാൻ കൊല്ലം ജില്ലയുടേത് കൂടി നോക്കുന്നു, കാരണം ഞാൻ 2 ജില്ലയിലേക്കും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു രീതിയിൽ ഞാൻ നോക്കുന്നത്. അപ്പോൾ ഇവിടെ നോക്കുന്ന സമയത്ത് അത് നേരത്തെ ഉള്ളത് 17-ാം തീയതി രാവിലെ 9 മണിക്കാണ്. അപ്പോൾ ഇവിടെ നോക്കുന്ന സമയത്ത് ഇവിടെ കാണാൻ പറ്റും, അതായത് റാങ്ക് 15,000 വരെയുള്ള എല്ലാ വിഭാഗക്കാരും, അത് 12,000-ൻ്റേതാണ് നേരത്തെ വിളിച്ചിട്ടുണ്ടായിരുന്നത്. ഇനി അതിനുശേഷമുള്ള 12,001 മുതൽ 15,000 വരെയുള്ള വിദ്യാർത്ഥികൾ 17-ാം തീയതി വ്യാഴാഴ്ച രാവിലെ 8:30 മുതൽ 9 മണി വരെയാണ് ഉള്ളത്. അപ്പോൾ ഈ 2 ജില്ലകളിലും എനിക്ക് സെയിം ഡേ തന്നെയാണ് ഉള്ളത്. അപ്പോൾ സെയിം ഡേ തന്നെ ആയതുകൊണ്ട് തന്നെ എനിക്ക് നേരിട്ട് ആ 2 ദിവസം, അതായത് 2 ദിവസമല്ല സെയിം ഡേ ആയതുകൊണ്ട് തന്നെ, അതുപോലെ തന്നെ ഏകദേശം ഒരു അരമണിക്കൂർ വ്യത്യാസത്തിലാണ് രണ്ടിടത്തും ഉള്ളതുകൊണ്ട് തന്നെ രണ്ടിടത്തും എത്തിച്ചേരാനായിട്ട് പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ 2 ജില്ലയിൽ ഞാൻ ഇപ്പോൾ അപേക്ഷിച്ചതുകൊണ്ട് തന്നെ 2 ജില്ലയിലും എനിക്കിപ്പോൾ ഒരു ജില്ല തന്നെ മതി എന്നാണെങ്കിൽ ആ ഒരു ഏത് ജില്ലയിലേതാണോ വേണ്ടത് അവിടെ പോയിട്ട് എനിക്ക് അതിൽ പങ്കെടുക്കാവുന്നതാണ്.
എന്നാൽ 2 ജില്ലയിലും അഡ്മിഷൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾ ആണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഒരു സ്ഥലത്ത് നിങ്ങൾ നിങ്ങളുടെ രക്ഷിതാവിനെയും കൂട്ടിയിട്ട് പോവുക, ഇനി മറ്റു സ്ഥലത്ത് നിങ്ങൾക്ക് പകരമായിട്ട് നിങ്ങൾ വേറെ ആരെങ്കിലും അയക്കുക. അതിനാണ് പ്രോക്സി എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് പകരമായിട്ട് ആരെങ്കിലും അയക്കുന്നുണ്ടെങ്കിൽ അവരുടെ കൈവശം ഓതറൈസേഷൻ ലെറ്റർ കൊടുക്കേണ്ടതാണ്. അപ്പോൾ ഓതറൈസേഷൻ ലെറ്റർ എവിടെയാണ് കിട്ടുക എന്ന് ചോദിച്ചാൽ ഇവിടെ ഡൗൺലോഡ്സ് പോളിടെക്നിക് വെബ്സൈറ്റിൽ ഡൗൺലോഡ്സ് ഓപ്ഷൻ കാണാൻ പറ്റും. അതിൽ ക്ലിക്ക് ചെയ്യുക. ഡൗൺലോഡ്സ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് ആ ഒരു പേജ് ലോഡായിട്ട് നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അപ്പോൾ ആ ഒരു പേജ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യേണ്ടത് അതിൽ തന്നെ ഓതറൈസേഷൻ ലെറ്റർ എന്ന് പറഞ്ഞുകൊണ്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അത് എങ്ങനെയാണ് എന്നുള്ള കാര്യം നമുക്ക് നോക്കാം. ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതാണ്, അതായത് ഓതറൈസേഷൻ, അത് ഫോം ഓഫ് ഓതറൈസേഷൻ ലെറ്റർ എന്ന് പറഞ്ഞുകൊണ്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് അത് ഡൗൺലോഡ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതാണ് ഓതറൈസേഷൻ ലെറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ ഇതെങ്ങനെയാണ് പൂരിപ്പിക്കേണ്ടത് എന്ന് ചോദിച്ചാൽ ഇവിടെ കാണാൻ പറ്റും ഐ എന്ന് പറഞ്ഞുകൊണ്ട് കാണാം. ഐ എന്നുള്ളതെടുത്ത് നിങ്ങളുടെ പേര് എഴുതുക. അതുപോലെ തന്നെ സൺ ഓഫ് ഡോക്ടർ ഓഫ് ശ്രീ എന്ന് പറഞ്ഞുകൊണ്ട് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ സണ്ണാണോ അല്ലെങ്കിൽ അതായത് മോനാണോ മോളാണോ എന്നുള്ളതനുസരിച്ച് നിങ്ങൾക്കത് ഏതാണ് കറക്റ്റ് അതൊഴികെ ആ ഒരു തെറ്റായിട്ടുള്ള കാര്യം തടയാവുന്നതാണ്. ഇപ്പോൾ മോനാണെങ്കിൽ ആ ഒരു ഡോക്ടർ ഓഫ് എന്നുള്ളത് തടഞ്ഞിട്ട് അതിനുശേഷം ശ്രീ ഓർ ശ്രീമതി എന്നുള്ള ഭാഗത്ത് ഇവിടെ നിങ്ങൾക്ക് കാണാം. ഇവിടെ നിങ്ങളുടെ പാരന്റിന്റെ പേര് എഴുതുക. അതിനുശേഷം നിങ്ങൾക്ക് പാരന്റ് എന്ന് പറയുമ്പോൾ നിങ്ങളുടെ രക്ഷിതാവിന്റെ പേര് എഴുതുക. അതിനുശേഷം നിങ്ങൾക്ക് അതായത് നിങ്ങളുടെ അച്ഛൻ്റെ അമ്മയുടെ പേര് എഴുതുക. അതിനുശേഷം നിങ്ങൾക്ക് ഡു ഹേബി ഓതറൈസ് ശ്രീ ഓർ ശ്രീമതി എന്ന് പറഞ്ഞുകൊണ്ട് കൊടുത്തിട്ടുണ്ട്. അതായത് നിങ്ങൾക്ക് പകരമായിട്ട് നിങ്ങൾ ആരെയാണോ അയക്കുന്നത് അവരുടെ പേരാണ് ഇവിടെ എഴുതേണ്ടത്. അതിനുശേഷം അവരുടെ പേരും അതുപോലെ തന്നെ അഡ്രസ്സും നിങ്ങൾ എഴുതണം. അത് നിങ്ങൾ ആരെയാണോ അയക്കുന്നത് അവരുടെ പേരെന്താണ്, അവരുടെ അഡ്രസ്സ് എന്താണെന്നുള്ളത് എഴുതുക. അതിനുശേഷം നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും ഡിപ്ലോമ, അതായത് ടു represent me to report at the venue of admission to diploma programs in the Polytechnic College 2025-26. അതായത് 20 ശേഷം നിങ്ങൾ 25 എന്നത്, അതിനുശേഷം 26 ആ ഒരു ഹൈഫൺ ശേഷം 26 എന്നത്, അതിനുശേഷം ദ സിഗ്നേച്ചർ ഓഫ് ദ പേഴ്സൺ ഓതറൈസ്ഡ് ഈസ് അറ്റസ്റ്റഡ് ബിലോ ബൈ മീ, സിഗ്നേച്ചർ ഓഫ് ഓതറൈസ്ഡ് റെപ്രസെൻറ്റേറ്റീവ് എന്ന് പറഞ്ഞുകൊണ്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ആരാണോ നിങ്ങൾ അയക്കുന്നത് അതായത് അവരുടെ പേര്, ഇവിടെ പേരല്ല അവരുടെ സിഗ്നേച്ചറാണ് ഇവിടെ ഇടേണ്ടത്. അതിനുശേഷം നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്നതാണ് ഇവിടെ ഫോട്ടോ ഒട്ടിക്കാനുള്ള ഭാഗം കാണാൻ പറ്റും. അപ്പോൾ ഇവിടെ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾ ആരെയാണോ അയക്കുന്നത് അവരുടെ, അതായത് ആരെയാണോ അയക്കുന്നതല്ല നിങ്ങളുടെ ഫോട്ടോ ആണ് ഇവിടെ ഒട്ടിക്കേണ്ടത്. നിങ്ങളുടെ ഫോട്ടോ ഒട്ടിക്കുക. അതിനുശേഷം നിങ്ങളുടെ നെയിം എന്താണ്, അതുപോലെ തന്നെ നിങ്ങളുടെ അഡ്രസ്സ് എന്താണ് എഴുതുക. അതുപോലെ തന്നെ ഇവിടെ സിഗ്നേച്ചർ ഓഫ് കാൻഡിഡേറ്റ്, ഇവിടെ നിങ്ങളുടെ സിഗ്നേച്ചർ ഇടുക. അതിനുശേഷം നിങ്ങൾക്ക് ഇവിടെ ഫോട്ടോഗ്രാഫ് ഓഫ് ദ ഓതറൈസ്ഡ് റെപ്രസെൻറ്റേറ്റീവ് അറ്റസ്റ്റഡ് ബൈ ദ കാൻഡിഡേറ്റ്, അതായത് നിങ്ങളുടെ ആ ഒരു നിങ്ങൾ ആരെയാണോ അയക്കുന്നത് അവരുടെ ഫോട്ടോ ആണ് രണ്ടാമത്തെ ആ ഒരു ഫോട്ടോ ഒട്ടിക്കുന്ന ഭാഗത്ത് ഒട്ടിക്കേണ്ടത്. അതിനുശേഷം നിങ്ങൾക്ക് ഇവിടെ കാൻഡിഡേറ്റ് ടു സൈൻ ഓവർ ദ ഫോട്ടോഗ്രാഫ്, അതായത് കാൻഡിഡേറ്റ് സൈൻ ഓവർ ദ ഫോട്ടോഗ്രാഫ് എന്ന് പറഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് ഇവിടെ ഫോട്ടോയുടെ മുഖത്ത് കൊള്ളാത്ത രീതിയിൽ നിങ്ങൾ കറക്റ്റായിട്ട് ആ ഒരു ഫോട്ടോയിൽ കൊള്ളുന്ന, അതായത് ഫോട്ടോയിലും നിങ്ങളുടെ സിഗ്നേച്ചർ കൊള്ളണം, അതുപോലെ തന്നെ കുറച്ച് പുറത്തും ആവണം. ആ ഒരു രീതിയിൽ നിങ്ങളുടെ സിഗ്നേച്ചർ ആ ഒരു ഫോട്ടോയ്ക്ക് മുകളിലൂടെ ഇടുക. മുകളിലൂടെ എന്ന് പറയുമ്പോൾ ഇവിടെ ആ ഒരു ഫോട്ടോയിൽ നിങ്ങളുടെ സിഗ്നേച്ചർ കൊള്ളണം, അതുപോലെ തന്നെ കുറച്ച് പുറത്തും കൊള്ളണം, എന്നാൽ മുഖത്ത് കൊള്ളാനായിട്ട് പാടില്ല. അപ്പോൾ ആ ഒരു രീതിയിൽ നിങ്ങൾ അത് സൈൻ ചെയ്യുക. അതിനുശേഷം നിങ്ങൾക്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട് അണ്ടർടേക്കിംഗ് എന്ന് പറഞ്ഞുകൊണ്ട് കൊടുത്തിട്ടുണ്ട്, അതായത് ഓതറൈസ്ഡ് റെപ്രസെൻറ്റേറ്റീവ്, അതായത് നിങ്ങളുടെ അഡ്മിഷൻ പ്രോസസ്സിൽ നിങ്ങൾക്ക് അത് നിങ്ങൾക്ക് പകരമായിട്ട് ആരാണോ അയക്കുന്നത് അവരെ അയക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു ഫോം കൊടുക്കേണ്ടത്. അതിനുശേഷം നിങ്ങൾക്ക് ഇവിടെ നിങ്ങളുടെ പ്ലേസ്, ഡേറ്റ്, അതുപോലെ തന്നെ നിങ്ങളുടെ സിഗ്നേച്ചർ എന്നിവ ഇവിടെ ഇടുക. അതിനുശേഷം നിങ്ങൾക്ക് ഇത് നിങ്ങൾ ആരാണോ അയക്കുന്നത് അവരുടെ കൈവശം നിങ്ങൾക്ക് കൊടുത്തിട്ട് അയക്കാവുന്നതാണ്. നിങ്ങൾ ഒന്നിലധികം പോളിടെക്നിക് കോളേജിൽ സെയിം ഡേ ആണെങ്കിൽ ഒന്നിലധികം പേരെ അയക്കുന്നുണ്ടെങ്കിൽ ഇത് ഒന്നിലധികം ഫോം പ്രിന്റ് എടുത്ത് ഫില്ല് ചെയ്ത് വേണം നിങ്ങൾ കൊടുക്കാനായിട്ട്. അതായത് നിങ്ങൾ ആരൊക്കെയാണ് അയക്കുന്നത് അവരുടെ കൈവശമാണ് ഇത് കൊടുക്കേണ്ടത്. ഇതോടൊപ്പം തന്നെ നിങ്ങളുടെ ഈ ഒരു രജിസ്ട്രേഷൻ സ്ലിപ്പിൻ്റെ, അതായത് നിങ്ങൾ ഈ ഒരു കൗൺസിലിങ്ങിനായിട്ട് രജിസ്ട്രേഷൻ ചെയ്തപ്പോൾ നിങ്ങൾക്ക് ഒരു സ്ലിപ്പ് പ്രിന്റ് എടുത്തിട്ടുണ്ടാവും. അപ്പോൾ അതിൻ്റെ ഒരു കോപ്പി ഇവരുടെ കൈവശം കൊടുക്കണം. അതുപോലെ തന്നെ നിങ്ങളുടെ എല്ലാവിധ സർട്ടിഫിക്കറ്റിന്റെയും കോപ്പി കൊടുക്കേണ്ടതാണ്. അത് ആരാണോ അയക്കുന്നത് അവരുടെ കൈവശം കൊടുത്തയക്കേണ്ടതാണ്. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് കൗൺസിലിംഗിൽ നിങ്ങൾക്കാണോ അല്ലെങ്കിൽ നിങ്ങൾക്ക് പകരമായിട്ട് നിങ്ങൾ അയച്ച ആൾക്കാണോ ഫസ്റ്റ് അവിടെ അലോട്ട്മെന്റിനായിട്ട്, അതായത് ഒരു സീറ്റ് നിങ്ങൾക്ക് വേണ്ടി ലഭ്യമാകുന്നത്, അതിൽ ആ ഒരു കാര്യം നിങ്ങൾ കൃത്യമായിട്ട് കമ്മ്യൂണിക്കേഷൻ ചെയ്യുക. അതായത് ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഞാനിപ്പോൾ തിരുവനന്തപുരത്ത് കൗൺസിലിങ്ങിനായിട്ട് ഞാൻ നേരിട്ട് പോയി, അതുപോലെ തന്നെ കൊല്ലം ജില്ലയിൽ ഞാൻ വേറൊരാളെ എനിക്ക് പകരമായിട്ട് അയച്ചു. അപ്പോൾ അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ എനിക്ക് തിരുവനന്തപുരത്ത് കിട്ടിയിട്ടില്ല. എന്നാൽ നോക്കുന്ന സമയത്ത് കൊല്ലം ജില്ലയിൽ എനിക്ക് ഇഷ്ടപ്പെട്ട മെക്കാനിക്കൽ കോഴ്സിന് കിട്ടിയെന്ന് വിചാരിക്കാം. അപ്പോൾ ഈ ഒരു മെക്കാനിക്കലിന് കിട്ടിയിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഇവിടെ കൊല്ലം ജില്ലയിൽ ആരെയാണോ അയച്ചത് അവർ നമ്മളെ വിളിച്ചിട്ട് പറയുന്ന കൊല്ലം ജില്ലയിൽ ഇത് കിട്ടിയിട്ടുണ്ട്, അപ്പോൾ അവിടെ ജോയിൻ ചെയ്യണമെന്ന് ചോദിക്കും. അതേസമയം നിങ്ങൾക്ക് തിരുവനന്തപുരത്ത് നിങ്ങൾക്ക് വേറെ ഇഷ്ടപ്പെട്ട ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് കിട്ടി എന്ന് വിചാരിക്കും, അല്ലെങ്കിൽ ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ് ഇതിലേതെങ്കിലും ഒന്ന് കിട്ടിയെന്ന് വിചാരിക്കാം. നിങ്ങൾക്ക് തിരുവനന്തപുരത്താണ് പഠിക്കാൻ താല്പര്യമുള്ളതെങ്കിൽ നിങ്ങൾക്ക് തിരുവനന്തപുരത്ത് തിരഞ്ഞെടുക്കാം. അതായത് നിങ്ങൾക്ക് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് ഇപ്പോൾ നിങ്ങൾക്ക് മെക്കാനിക്കൽ എഞ്ചിനീയറാണ് പഠിക്കാൻ താല്പര്യം, കൊല്ലം ജില്ലയിലാണ് കിട്ടിയിട്ടുള്ളത്. എന്നാൽ പിന്നീട് ആ ഒരു അതിനുശേഷമാണ് നിങ്ങൾക്ക് അവിടെ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് കിട്ടുന്നതെങ്കിൽ നിങ്ങൾക്ക് ഇവിടുത്തെ സീറ്റ് പോകും. അതുപോലെ തന്നെ പുതുതായിട്ട് എവിടെയാണ് കിട്ടുന്നത് അതാണ് നിങ്ങളുടെ അഡ്മിഷനായിട്ട് പരിഗണിക്കുക. അതായത് നിങ്ങൾക്ക് ഏറ്റവും ലാസ്റ്റ് കിട്ടുന്ന സീറ്റ് ഏതാണോ അതാണ് നിങ്ങളുടേതായിട്ട് പരിഗണിക്കുക. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ആരെയാണോ അയക്കുന്നത് അവരോട് കൃത്യമായിട്ട് നിങ്ങൾക്ക് എവിടെയെങ്കിലും നിങ്ങൾ പോയ ആ ഒരു പോളിടെക്നിക് കോളേജിൽ നിങ്ങൾക്ക് ഏതെങ്കിലും സീറ്റിലേക്ക് അഡ്മിഷൻ കിട്ടുകയാണെങ്കിൽ നിങ്ങൾ അത് കൃത്യമായിട്ട് നിങ്ങൾ അയച്ച ആളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് ഇന്നത്തെ കിട്ടിയിട്ടുണ്ട് എന്നുള്ളതും, അങ്ങനെയെങ്കിൽ നിങ്ങൾ അവിടെ പങ്കെടുക്കേണ്ടതില്ല എങ്കിൽ അങ്ങനെ പങ്കെടുക്കേണ്ടതില്ല എന്നുള്ള കാര്യങ്ങൾക്ക് കൃത്യമായിട്ട് നിങ്ങൾ പറയേണ്ടതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടെന്ന് കരുതുന്നു. അതുപോലെ തന്നെ നിങ്ങളുടെ സർട്ടിഫിക്കറ്റ്സിൻ്റെ ഒക്കെ കോപ്പിയും കൊടുക്കേണ്ടതാണ്. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു ഓതറൈസേഷൻ ലെറ്ററും അതുപോലെ തന്നെ നിങ്ങളുടെ ഈ ഒരു കൗൺസിലിങ്ങിൻ്റെ ആ ഒരു സ്ലിപ്പും അതുപോലെ നിങ്ങളുടെ
സ്ട്രീം 1ന്റെ റാങ്ക് എത്രയാണെന്നുള്ളതൊക്കെ കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കേണ്ടതാണ്. അതുപോലെ തന്നെ ഫീസ് എന്ന് പറയുമ്പോൾ വിദ്യാർത്ഥികൾക്ക് കൊടുക്കേണ്ടത്, ഫീസ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഈ ഒരു സെൽഫ് ഫിനാൻസ് ഒക്കെ ആണെങ്കിൽ ഏകദേശം ഒരു 30,000 ആ റേഞ്ചിലൊക്കെ ഫീസ് വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.